back to Vtube channel. ഇന്ന് നമ്മുടെ റെസിപ്പി ഇതാണ്, മാംഗോ പിക്കിൾ, പഞ്ചാബി സ്റ്റൈൽ മാംഗോ പിക്കിൾ. ഞാൻ വേറൊരു മാംഗോ പിക്കിള് അപ്ലോഡ് ചെയ്തിരുന്നു, എണ്ണ മാങ്ങ. അത് ഒരു വെറൈറ്റി വേറെ, ഇത് വേറൊരു വെറൈറ്റി. ഇതിൽ ഒരുപാട് ഹെൽത്തി ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. പഞ്ചാബീസ് അങ്ങനെ ഉണ്ടാക്കുക, പക്ഷെ ഒരു പ്രിസർവേറ്റീവും ചേർക്കുന്നില്ല, സുർക്കയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. പക്ഷേ എങ്കിലും ഇത് 1-2 വർഷത്തേക്ക് ഒന്നും ചീത്തയാവാണ്ടിരിക്കും കേട്ടോ. പക്ഷെ നമ്മളത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് കൂടി എണ്ണ മാങ്ങയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ അച്ചാർ സൂക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ അച്ചാറും സൂക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം, എങ്ങനെയാണ് മാംഗോ പിക്കിൾ ഉണ്ടാക്കുന്നത്, പഞ്ചാബി സ്റ്റൈൽ മാംഗോ പിക്കിൾ. പഞ്ചാബി സ്റ്റൈൽ അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ 1.5 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ കഴുകി വെച്ചതാണ്. ഇപ്പം വെള്ളമെല്ലാം ഉണ്ട് അതിൻ്റെ മേലെ, അതെല്ലാം നല്ലപോലെ വൃത്തിയുള്ള ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്ത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അപ്പം ഞാനിതെല്ലാം തുടച്ചെടുത്ത് കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കാണിച്ചു തരാം. മാങ്ങയെല്ലാം ഞാൻ മുറിച്ചെടുത്തു. ഇതാ വലിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുത്തത്. അത് 2 പാത്രത്തിലാക്കിയിട്ടുണ്ട്. കുറച്ച് നല്ല 2 പാത്രം വീതിയുള്ള പാത്രത്തിൽ 2 പാത്രത്തിലാക്കിയിട്ട് ഇനി നമുക്കിത് വെയിലത്ത് വെക്കണം. ഒരു 2 മണിക്കൂർ വെയിൽ കൊണ്ട് ഒന്ന് ഇതിൽ ഇനി ബാക്കിയുള്ള മാങ്ങേൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ ജലാംശം, ആ ജലാംശം ഒന്ന് വറ്റിപ്പോണം. അപ്പോൾ അതിന് ഞാൻ ഇനി ഇതൊന്ന് ടെറസിൻ്റെ മേലെ വെക്കാൻ പോവുക കേട്ടോ. വെയിലത്ത് വെച്ച് 2 മണിക്കൂർ ഉണക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് എന്തെല്ലാം മസാലക്കൂട്ടുകൾ വേണ്ടേ ഒന്ന് നോക്കാം. അപ്പോൾ 1ാമത്തെ പണി കഴിഞ്ഞു. അപ്പോൾ ഇതിനി വെയിലത്ത് വെക്കട്ടെ. ഇതാ അച്ചാറിന് വേണ്ടി പെരിഞ്ജീരകം. ഇത് അധികം റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതിൽ എന്തെങ്കിലും ഒരു ഈർപ്പം ഉണ്ടാവുമല്ലോ, അതങ്ങ് പോവും, അത്രേ വേണ്ടൂ. ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഒന്ന് എടുക്കുക. അല്ലെങ്കിൽ നല്ല വെയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ, അത് മതി. എന്നിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ്. പൊടിച്ചെടുക്കാൻ നല്ല ഫൈൻ പൗഡർ ഒന്നും ആക്കണ്ട കേട്ടോ, ഒരു റഫായിട്ടുള്ള ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഇത്രയും മതി. അതുപോലെ നമ്മൾ അജ്വൈൻ, അതായത് നമ്മുടെ അയമോദകം ഒന്നിൽ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ പെരിഞ്ജീരകം ചൂടാക്കി അത്രയും ഇത് ചൂടാക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതി, ഇത്രയും മതി. ഇനി ഞാൻ ഓഫ് ചെയ്തു. ശരി, ഇത് ഇനി നമ്മൾ പെരിഞ്ജീരകം വറുത്തിട്ട് തണിയാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്യാം. അതുപോലെ കരിഞ്ജീരകം ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. ഇത്രയും മതി. കരിഞ്ജീരകം നമുക്ക് പൊടിക്കണ്ട കേട്ടോ, അത് പൊടിക്കാതെ തന്നെ ഇതിൽ മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പം ഞാനതൊരു വേറെ പാത്രത്തിൽ ഇട്ട് വെക്കുകയാണ്. ഇനി നമുക്ക് ചെറിയ 1-2 സംഭവം കൂടെ ഉണ്ട്. അതായത് പെപ്പർ, കുറച്ച് കുരുമുളക്, ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളകും, ഒരു 2 ടേബിൾ സ്പൂൺ നല്ല ജീരകം. ഈ രണ്ടും ഒന്ന് ചെറുങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം. കുരുമുളക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. നമ്മളെ പെരിഞ്ജീരകം അജ്വൈൻ എല്ലാം ഇട്ടില്ല അതിൽ. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് നമ്മുടെ നല്ല ജീരകം. കുരുമുളക് ഇതും വേറെ വേറെ തന്നെ വറുക്കാമെന്ന് വിചാരിച്ചു. നല്ല ജീരകം ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത് 5 ടേബിൾ സ്പൂൺ കടുക് പരിപ്പ്. അത് നമ്മളിവിടെ തന്നെ പൊടിച്ചെടുത്തതാണ് കടുക് പരിപ്പ്. ഞാൻ പറഞ്ഞല്ലോ നാളെ അച്ചാറൊന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു എണ്ണ മാങ്ങ. അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ആ വീഡിയോ അതിന് വേണ്ടിയിട്ട് പൊടിച്ചതാണ്. അപ്പോൾ അതിൽ കുറേ ഉണ്ടായിരുന്നു, ഒന്നിച്ച് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അതിന് കുറച്ച് 5 ടേബിൾ സ്പൂൺ എടുത്ത് ഞാൻ ഒന്ന് ചൂടാക്കുകയാണ്. ഇതിനി പൊടിക്കണ്ട കേട്ടോ, ഇത് ചൂടാക്കിയിട്ട് നമ്മളെ അച്ചാറിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ കൂട്ടാം. ഒന്ന് ചൂടാക്കിയാൽ മതി.
സ്റ്റവ് ഓഫ് ചെയ്തു ഞാൻ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതാ നമ്മൾ ചെറുങ്ങനെ റോസ്റ്റ് ചെയ്ത കുരുമുളക്, പെരിഞ്ജീരകം, നല്ല ജീരകം, അജ്വൈൻ, അതായത് നമ്മുടെ അയമോദകം, ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇതിലേക്ക് നമുക്കിനി 2 കപ്പ് കടുകെണ്ണയാണ് ഞാൻ എടുത്തത് കേട്ടോ. ഒന്ന് ചൂടാകാൻ വെച്ചതാണ്. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ഇങ്ങനെ ഒരു ആവി പോകുമല്ലോ, അങ്ങനെ ആയാൽ മതി കേട്ടോ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കടുകെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം. നല്ലെണ്ണ ആയാലും നല്ലതാണ്. പക്ഷെ കടുകെണ്ണയാക്കിയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇതാ ഇപ്പോൾ കടുകെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കിയാൽ കയ്യിലേക്കൊരു ചൂട് വരും. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇനി നമുക്ക് കടുകെണ്ണ തണുക്കാൻ വെക്കാം. തണുത്തിട്ട് വേണം നമ്മളുടെ പൊടികളിലേക്ക് ആഡ് ചെയ്യാനിത്, അച്ചാർ മിക്സ് ചെയ്യുമ്പോൾ. ഇത് 2-3 മണിക്കൂർ വെയിലത്ത് വെച്ച് ഒന്ന് വെള്ളമെല്ലാം ഉണക്കിയെടുത്ത മാങ്ങയാണിത്. വെള്ളം എന്ന് പറഞ്ഞാൽ മാങ്ങേൻ്റെ ഉള്ളിലുള്ള വെള്ളമാണ്. നമ്മൾ മുറിക്കുമ്പോൾ ഇത്തിരി അതിൻ്റെ നീരുണ്ടാവില്ല അത്. അപ്പം അങ്ങനെ ഒന്ന് ഉണക്കിയെടുത്ത മാങ്ങയാണിത്. ഇതാ നമ്മൾ തണുക്കാൻ വെച്ച കടുകെണ്ണ ഇപ്പം തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ കൂട്ടാം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിലേക്കുള്ള പൊടികളെല്ലാം ഇതാ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് അച്ചാർ കൂട്ടാൻ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് കായപ്പൊടി, ഇതാ 1.5 ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല, ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത മിക്സിയിൽ ഇതാ ഇങ്ങനെ പൊടിച്ചെടുത്തില്ലേ, അധികം പൊടിയാതെ തന്നെ ആ മസാലകൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 6 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് ഒരു സൈഡ് കാശ്മീരി ചില്ലി 3, പിന്നെ സാധാരണ മുളക് പൊടി അത് 3 ടേബിൾ സ്പൂൺ, അങ്ങനെ 6 ടേബിൾ സ്പൂൺ. നിങ്ങൾക്ക് എരിവ് നല്ലോണം വേണ്ടവർക്ക് കാശ്മീരി ചില്ലി ഇടാതെ സാധാരണ മുളക് പൊടി തന്നെ ഇടുക കേട്ടോ. ഇനി നമ്മുടെ കടുക് പരിപ്പ് ഇടാം. പിന്നെ ഉലുവപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത് കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ 150 ഗ്രാം ഉപ്പാണ് ഇത് കേട്ടോ. 150 ഗ്രാം, 1 കിലോന് ഒരു 100 ഗ്രാം ഉപ്പാണ് കണക്ക്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും കുറവൊക്കെ നോക്കുക. നമ്മളിതെല്ലാം കഴിഞ്ഞ് മിക്സ് ചെയ്യുമ്പം നോക്കുക, കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലപ്പൊടികൾ മിക്സ് ചെയ്യുമ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം മസാല മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തണുക്കാൻ വെച്ച ഓയിലുണ്ടല്ലോ, എണ്ണ, അതൊഴിച്ച് കൊടുക്കുക കേട്ടോ. ആവശ്യാനുസരണം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ 2 കപ്പെല്ലാം എടുത്തത്, അത്രയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാ മസാലകളും എല്ലായിടത്തും എത്തട്ടെ എണ്ണയിൽ. നമ്മൾ മിക്സ് ചെയ്യാൻ എടുക്കുന്ന പാത്രം, പിന്നെ സ്പൂണ് എല്ലാം നല്ലോണം വെയിലൊള്ളിച്ച് ഉണക്കിയതായിരിക്കണം കേട്ടോ. നല്ലോണം കഴുകി സ്റ്റെറിലൈസ് ചെയ്ത്, ഒരു ഈർപ്പം ഒന്നും ഉണ്ടാകാൻ പാടില്ല അതിൽ. നല്ല അത്രയും ക്ലീൻ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ ചീത്തയായിപ്പോൾ വേഗം. ഇനി ഇതിലേക്ക് ഇതാ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, ശർക്കര. ഞാൻ 1 അച്ച് ശർക്കരേൻ്റെ ഇതിൻ്റെ ബാക്കിയേ ഞാൻ എടുത്തിട്ടുള്ളൂ, 1ൻ്റെ പകുതി, ഒരു 20 ഗ്രാംസ് ഒക്കെ വരുമായിരിക്കും. അപ്പോൾ ആ ശർക്കര നല്ലപോലെ പൊടിച്ചതാണ്, അത് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക.
ഉപ്പ്, എരിവ്, ശർക്കര എല്ലാം കൂടെ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. ആയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പണി കഴിഞ്ഞു. അതായത് മിക്സിങ് ഓഫ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വിത്ത് ഓയിൽ. ഇനി നമുക്ക് മാങ്ങാ കഷ്ണങ്ങൾ, നമ്മൾ വെയിലത്ത് വെച്ച് വാട്ടി വെച്ചില്ല, മാങ്ങാ കഷ്ണങ്ങൾ കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മസാല എല്ലാ കഷ്ണത്തിൻ്റെ മേലെയും പിടിക്കണം കേട്ടോ. ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യണ്ട, കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇടുക. 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ കഷ്ണത്തിൻ്റെ മേലെ മസാല പിടിക്കണം കേട്ടോ. അപ്പം നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ബാക്കിയുള്ള കഷ്ണം കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിതാ ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കുക ബാക്കി എല്ലാ കഷ്ണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അച്ചാറിവിടെ തയ്യാറായിട്ടുണ്ട്, പക്ഷേ കഴിക്കാനായിട്ടില്ല. ഇത് ഇനിയൊരു 4-5 ദിവസം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് ഒന്ന് വെയിൽ കൊള്ളിക്കണം. വെയിൽ കൊള്ളിക്കുക പറഞ്ഞാൽ ഇതിൻ്റെ മേലെ എന്തെങ്കിലും പൂടി വെച്ചിട്ട് ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലാക്കിയിട്ട് കുറച്ച് നേരം മൂടി തുറന്ന് വെയിൽ കൊള്ളിക്കുക. അങ്ങനെ ഒരു 4-5 ദിവസം മൂടി കൊള്ളിച്ച് പിന്നെ ബോട്ടിലാക്കുക. എന്നിട്ട് കഴിക്കാനായില്ല കേട്ടോ. പിന്നെ ഒരു 10-15 ദിവസമെങ്കിലും കഴിയണം. അപ്പോഴാണ് ഇതിൻ്റെ എല്ലാ എരിവും പുളിയും കയ്പും എല്ലാത്തിൻ്റെ ടേസ്റ്റും മാങ്ങയിൽ പിടിച്ചിട്ട് നമുക്ക് വായിൽ വെള്ളം വീഴുന്ന ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുക കേട്ടോ. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്കറിയാലോ, എല്ലാം ഹെൽത്തി ആണ് കേട്ടോ. അതായത് എല്ലാം നമ്മളെ ആരോഗ്യത്തിന് വേണ്ട സാധനങ്ങളാണ്. ജീരകമായാലും ഉലുവയായാലും അജ്വൈനായാലും പിന്നെ കരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ട. അങ്ങനെ എല്ലാ ഗുണങ്ങളുള്ള എല്ലാ സാധനങ്ങളാണ് ഇതിലാക്കി ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു പാത്രം വെച്ച് അടച്ചു വെക്കണം. എന്നിട്ട് ഇനി നാളെ ദിവസവും 1 സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഞാനിത് നല്ലൊരു പാത്രം കൊണ്ട് മൂടി വെക്കുകയല്ല കേട്ടോ. കരടൊന്നും വീഴാൻ പാടില്ല, ഒന്നാവാൻ പാടില്ല. ഇതാ മൂടി വെക്കാം. നമ്മളിപ്പോൾ ഇതാ അച്ചാറ് ഒന്ന് വെയിൽ കൊള്ളിക്കാൻ വെച്ചതാണ് കേട്ടോ. ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടാവണം. അങ്ങനെ 1-2 ദിവസം വെയിലത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ നമുക്ക് ബോട്ടിലാക്കാം. അപ്പം ഞാനിത് ഒരു അരിപ്പ് കൊണ്ട് മൂടി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൽ വല്ലതും വന്ന് വീണാലോ. ഇപ്പം ഇങ്ങനെയാകുമ്പോൾ ഒന്നും വീഴുമില്ല, വെയിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. ഇപ്പം ഇനി ഇത് 2 ദിവസം ഇതുപോലെ ഞാൻ ഉണക്കും. 1-2 ദിവസം വൈകുന്നേരം എടുത്താത്ത് വെക്കുക, കുറച്ച് കഴിഞ്ഞിട്ട്. എന്നിട്ട് ബോട്ടിലാക്കുന്നത് ഇനി കാണിച്ചു തരാം. ഇതാ നമ്മളെ അച്ചാറിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിത് ബോട്ടിലാക്കാം കേട്ടോ. ഇത് എപ്പോഴും നിങ്ങളാക്കുമ്പോൾ ഒരു ചില്ല് ബോട്ടിൽ അല്ലെങ്കിൽ ചീനഭരണി, ഈ 2 എണ്ണത്തിലാണ് സൂക്ഷിക്കേണ്ടത്. പ്ലാസ്റ്റിക് ബോട്ടിലുകളിലൊന്നും പിക്കിള് സൂക്ഷിക്കാൻ പാടില്ല. കാരണം അതിൽ കിടന്ന് റിയാക്ഷനൊക്കെ നടക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ചില്ല് ഭരണി അല്ലെങ്കിൽ ചീനഭരണി, ഈ 2 എണ്ണത്തിലും സൂക്ഷിക്കുക കേട്ടോ. ഓക്കെ. അപ്പം ഞാൻ ഈ അച്ചാർ മുഴുവനൊന്ന് ഇതിലേക്ക് കോരി നിറച്ച് കാണിച്ചു തരാം. ഇതാ അച്ചാറെല്ലാം നമ്മളിപ്പോൾ ബോട്ടിലാക്കി കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെയാണ് സീൽ ചെയ്യേണ്ടതെന്ന് ഞാൻ എണ്ണമാങ്ങയിൽ പറഞ്ഞിട്ടില്ല. അതുപോലെയൊക്കെ സീൽ ചെയ്ത് ഞാൻ അടച്ചു വെക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും പുതുപുത്തൻ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളടുത്ത് വരുന്നവരേക്കും ബൈ.